നമസ്കാരം മക്കളെ, ഏവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന കവാടങ്ങൾ എന്നൊരു ടോപ്പിക്കാണ്. മിക്ക പരീക്ഷകളിലും ചോദിച്ച് കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ കവാടങ്ങൾ എന്നൊരു ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ആദ്യമായി പറയുന്ന കേരളത്തിന്റെ കവാടങ്ങളാണ്. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. അതുപോലെ മലബാറിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. അപ്പോൾ എന്താണ് കേരളത്തിന്റെ കവാടം, മലബാറിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. അതുപോലെ തന്നെ വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. അപ്പം ഈ ലക്കിടി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റും. അതായത് കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ലക്കിടിയിലാണ്. അപ്പൊ എന്താണ് കേരളത്തിന്റെ കവാടം പാലക്കാട് ചുരമാണ്, മലബാറിന്റെ കവാടം പാലക്കാട് ചുരം, വയനാടിന്റെ കവാടമാണ് ലക്കിടി. അടുത്തതായി പറയുന്നത് കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. അപ്പൊ കേരളത്തിന്റെ കവാടവും മലബാറിന്റെ കവാടവും പാലക്കാട് ചുരമാണ്. വയനാടിന്റെ കവാടമാണ് ലക്കിടി. കുട്ടനാടിന്റെ കവാടമാണ് ചങ്ങനാശ്ശേരി. ഹൈറേഞ്ചിന്റെ കവാടമാണ് കോതമംഗലം. അതുപോലെ തന്നെ തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ കവാടമാണ്. അതായത് വടക്ക് കിഴക്കിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് അസമാണ്. അപ്പം അസമാണ് വടക്ക് കിഴക്കിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത്. അടുത്തതായി പറയുന്നത് ഇന്ത്യയുടെ കവാടമാണ് മുംബൈ. ഏഷ്യയുടെ കവാടമാണെങ്കിൽ അത് മനിലാണ്. അപ്പൊ എന്താണ് വടക്കു കിഴക്കന്റെ പ്രവേശന കവാടമാണ് അസം, ഇന്ത്യയുടെ കവാടമാണ് മുംബൈ, ഏഷ്യയുടെ കവാടമാണ് മനില. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.